കഴിഞ്ഞ ദിവസം താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായ ഫേസ്ബുക്ക് പോസ്റ്റിലെ സൂചനകൾ ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെയൊക്കെ സൂചനകളാണ് നൽകുന്നത്, അങ്ങനെയാണോ? അല്ല, ആ പോസ്റ്റിലെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളാണ് ഞാൻ സൂചിപ്പിച്ചത്. പാർട്ടിയിലേക്ക് വരാൻ അല്ലെങ്കിൽ അംഗത്വത്തിലേക്ക് വരാൻ ഞാൻ എടുത്ത സ്ട്രെയിനും അതുപോലെ തന്നെ സമീപിച്ച ആളുകളെയും സംബന്ധിച്ചും ഈ 12 വർഷം ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നില്ല, അംഗത്വത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നില്ല. ഞാൻ നേതാക്കളെ സമീപിക്കുമായിരുന്നു എന്നുള്ള വ്യക്തമായിട്ടുള്ള സുവ്യക്തമായിട്ടാണ് ഞാൻ അതിൽ എഴുതിയിരിക്കുന്നത്. അതിലൊരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചന ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും പറഞ്ഞാൽ വാസ്തവമുണ്ട്. ഞാനൊരു പാർട്ടിയിലും ചേരാൻ ഉദ്ദേശിക്കുന്നില്ല, അതാണ് അതിൻ്റെ വാസ്തവം. പക്ഷേ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഞാൻ അംഗത്വത്തിലേക്ക് വരാൻ എന്തൊക്കെ ചെയ്തു എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ സ്വാഭാവികമായിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ എഴുതി പോയതാണ്. പലർക്കും അറിയാമല്ലോ, പാർട്ടിക്കകത്ത് ഇപ്പോൾ ഒരുപാട് വലതുപക്ഷ വ്യതിയാനം അല്ലെങ്കിൽ നയവ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പാർട്ടിക്ക് നിരക്കാത്ത ആളുകളും വ്യക്തികളും അതുപോലെ തന്നെ നയങ്ങളും ഒക്കെ പാർട്ടിക്കകത്ത് കടന്നുകൂടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ല. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷവും തദ്ദേശ ഭരണത്തിൻ്റെ തോൽവിക്ക് ശേഷവും പാർട്ടി വളരെ വ്യക്തമായി കമ്മിറ്റിക്കകത്ത് ചർച്ച ചെയ്ത് പാർട്ടി കുറേ കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്, എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത്. അതിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പാർട്ടിക്കകത്ത് കടന്നുകൂടാൻ പാടില്ലാത്ത ഒരുപാട് പുഴുക്കുത്തുകൾ ഈ പാർട്ടിക്കകത്ത് കടന്നുകൂടുകയും അതുപോലെ തന്നെയുള്ള വലതുപക്ഷ വ്യതിയാനം ഉൾപ്പെടെയുള്ള പാർട്ടിക്ക് നിരക്കാത്ത കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞതല്ല. പാലക്കാട് ജില്ലാ നേതൃത്വം നടത്തിയ പത്രസമ്മേളനത്തിനിടെ പറഞ്ഞത് പാർട്ടിയിൽ നിന്ന് ആരും പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല, എല്ലാവരും ചേർത്ത് നിർത്താനും ഒപ്പം നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ സുരേഷിൻ്റെ കാര്യത്തിൽ മാത്രം അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുന്നില്ല എന്ന് തോന്നുന്നു. അതാണ് എനിക്ക് നിങ്ങൾ ചോദിച്ച സംശയം സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പണ്ട് പറയായിരുന്നു, നീ വല്ല BJPയിലോ അല്ലെങ്കിൽ കോൺഗ്രസ്സിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയിൽ പോയി പ്രവർത്തിച്ച് കുറച്ചു കാലം കഴിഞ്ഞാൽ നിന്നെ നേരെ പാർട്ടിയിലേക്ക് എടുക്കുകയും നല്ല സംവിധാനങ്ങൾ നിനക്ക് ഒരുക്കുകയും ചെയ്യുമെന്ന് പലരും തമാശ രൂപത്തിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലത്തും പല പാർട്ടിയിൽ നിന്ന് വരുന്ന ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുന്നത് നല്ലതാണത്. നമ്മൾ പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സ്പേസ് ഉണ്ടാവണം എന്നാണ് എന്നെപ്പോലുള്ള ആയിരക്കണക്കിന് ആളുകൾ വിചാരിക്കുന്നത്. ഞാൻ മാത്രമല്ല, ഒരുപാട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ബലിയാടുകളായിട്ടുള്ള, വിഭാഗീയതയുടെ പേരിൽ ബലിയാടുകളായിട്ടുള്ള ഒരുപാട് ആളുകൾ ജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട്. അവരുടെ ശബ്ദമാണ് ഞാൻ പറഞ്ഞത്. ഈ KPCC നേതാക്കളോട് അപ്പോൾ പൂർണ്ണമായിട്ടൊരു നോ തന്നെയാണോ പറഞ്ഞിരിക്കുന്നത്? ഇല്ല, ഞാൻ നോ എന്നും പറഞ്ഞിട്ടില്ല, എസ്സും പറഞ്ഞിട്ടില്ല. അവരെന്നോട് സംസാരിച്ചു, വളരെ അനുഭവപൂർവ്വമായി സംസാരിച്ചത്, വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ടാണ് എന്നോട് സംസാരിച്ചത്, എന്നെ അംഗീകരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ഞാൻ അവരോട് നോ എന്നും പറഞ്ഞിട്ടില്ല, എസ്സും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു ടെസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? ഞാൻ ആലോചിക്കണം. ഇതൊരു തീരുമാനം എടുക്കുന്നത് ചെറിയൊരു ദോശ ചുട്ടെടുക്കുന്നത് പോലെ തീരുമാനങ്ങളല്ലല്ലോ. ആളുകളുടെ വ്യക്തിത്വത്തെയും അതുപോലെ തന്നെ നയത്തെയും ഒക്കെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് വളരെ വേണ്ടപ്പെട്ട, എന്നെ സ്നേഹിക്കുന്ന പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തുള്ള ആളുകളായിട്ട് വളരെ ആഴത്തിൽ ആലോചിക്കാനുണ്ട്. അല്ല, അങ്ങനെ ചോദിച്ചാൽ എനിക്ക് വ്യക്തതയില്ല. എന്തായാലും അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരം കാര്യങ്ങൾ. അവർ കുറേ കാര്യങ്ങൾ എന്നോട് സൂചിപ്പിച്ചിരുന്നു. ഇത് മാത്രമല്ല, നിങ്ങൾ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് വിഷയം മാത്രമല്ല, പല കാര്യങ്ങളും അവരോട് ഞാൻ സംസാരിച്ചു, അവരെന്നോട് സംസാരിച്ചു. അതിനൊക്കെ ഞാനൊരു ആലോചിച്ച് പറയാമെന്നുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. സുരേഷ് ഏതെങ്കിലും രീതിയിൽ UDFന്റെ സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ, മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഒരുപക്ഷെ പ്രഭാകരനോ അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും. ഹൈപ്പോത്തിക്കലാണല്ലോ അത്, ആവുകയാണെങ്കിൽ എന്നുള്ളതല്ലേ. നമുക്ക് ആലോചിക്കാം. ഞാനിപ്പോൾ എന്തായാലും ഒരു തീരുമാനം അറിയിച്ചിട്ടില്ല. അറിയിക്കാൻ ഇന്ന് ഞാൻ തയ്യാറല്ല. എന്തായാലും എനിക്ക് കുറച്ച് ആലോചിക്കാനുണ്ട്. അതായത് മെമ്പർഷിപ്പിന് വേണ്ടി കാത്തിരുന്ന് മടുത്തു, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ആലോചനയിലേക്ക് മുതിരുന്നത്. അല്ല, മെമ്പർഷിപ്പ് എന്നുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എന്താ വെച്ചാൽ, അംഗത്വം ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ച് അംഗത്വം ഇല്ലെങ്കിലും പ്രവർത്തിക്കാം, അനുഭാവിയായി പ്രവർത്തിക്കുന്ന ഒരു കുഴപ്പമില്ല. പക്ഷെ എന്നെ പുറത്താക്കിയത് എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. എൻ്റേതല്ലാത്ത കാരണം കൊണ്ട് എന്നെ പുറത്താക്കിയതാണ്. അതെനിക്ക് നല്ല വിശ്വാസം ഉണ്ട് കാര്യത്തിൽ. ഞാൻ എന്താണ് ഇനി തിരുത്തേണ്ടത്? ഈ 12 വർഷം ഞാൻ എന്താണ് തിരുത്തേണ്ടത്? എൻ്റെ ഭാഗത്ത് നിങ്ങൾക്കറിയാം, പാലക്കാട് ജില്ലയിൽ തന്നെ പാർട്ടിയെ സംസ്ഥാന സെക്രട്ടറിയെ പൊതുയോഗത്തിൽ വെച്ചിട്ട് പറയാൻ പാടില്ലാത്ത വാചകങ്ങൾ പറഞ്ഞു. ഞാൻ ഈ വാക്ക് പറയുന്നില്ല. അവരൊക്കെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലാണ്. പാർട്ടിക്കെതിരെ വിമത കൺവെൻഷൻ നടത്തി, പഞ്ചായത്തുകൾ തോറും വിമത കൺവെൻഷൻ നടത്തി അവർ ജില്ലാ കമ്മിറ്റിയിലുണ്ട്. ഈ കഴിഞ്ഞ 7-8 മാസം മുമ്പ് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത്, ഒരു കൊല്ലം മുമ്പ്, പാർട്ടി ജില്ലാ സെക്രട്ടറി വർഗീയവാദി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് പുറത്തുപോയ ആൾ ഏരിയ കമ്മിറ്റിയിലുണ്ട്. ഇത് പാലക്കാട് ജില്ലയിൽ ഈ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തതായിട്ട് നിങ്ങളുടെ അറിവിലുണ്ടോ? ഇല്ല, പാർട്ടി നേതാക്കളാരും എന്നെ ബന്ധപ്പെട്ടിട്ടില്ല, വിളിച്ചിട്ടില്ല. അനുഭാവികളായിട്ടുള്ള ഒരുപാട് ആളുകൾ, എന്നെ അറിയുന്ന ആളുകൾ പല സ്ഥലത്തുനിന്നും വിളിച്ചിട്ടുണ്ട്. വിളിച്ച 70-80% ആളുകളും പോസിറ്റീവായിട്ട് എന്നോട് പ്രതികരിച്ചത്. ബാക്കി ചില ആളുകൾ ആശങ്ക പ്രകടിപ്പിച്ചു. അവരോടൊക്കെ ഞാൻ പറഞ്ഞു, സഖാക്കളെ, തീരുമാനം ഞാൻ എടുത്തിട്ടില്ല,
ഞാൻ എടുക്കുമ്പോൾ അറിയിക്കുക എന്ന് മാത്രം മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ വിഭാഗീയതയുടെ കാലത്ത് നിന്നാണ് സുരേഷ് ഏട്ടന് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത്. ആ വിഭാഗീയതയുടെ എല്ലാ കാര്യങ്ങളും അവസാനിച്ചു, എന്നിട്ടും പലരും വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ സുരേഷ് ഏട്ടനോട് മാത്രം ഇപ്പോഴും ആ വൈരാഗ്യം ഒരു വിഭാഗം നേതാക്കൾക്കുണ്ടോ? അത് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അത് എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പുറത്ത് നിർത്തിയിരിക്കുന്നത്? ഞാൻ വ്യക്തമായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ കേൾക്കാൻ തയ്യാറാണെങ്കിൽ വീണ്ടും പാർട്ടിക്ക് വേണ്ടി അല്ല, ഞാനങ്ങനെ ഒരു ഉപാധി വെക്കുകയോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മെയിലിംഗ് അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഗതിയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു വിവാദം വന്നപ്പോൾ KPCC നേതൃത്വം എന്നെ ബന്ധപ്പെട്ടു, നിങ്ങൾക്ക് കിട്ടിയ വാർത്തയാണ്, ഞാൻ പറഞ്ഞതല്ല. ആ വാർത്ത എന്നോട് നിങ്ങൾ സംശയം ദൂരീകരിക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ എനിക്കത് ചില കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അല്ല, അങ്ങനെ ഒരു ചോദ്യം അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഇപ്പം നിങ്ങൾ ചോദിക്കും അപ്പോൾ പാർട്ടി നേതാക്കൾ കരുതുന്നത് ഞാൻ എന്തൊരു വിലപേശൽ അല്ലെങ്കിൽ ഞാൻ പാർട്ടിയെ നേതാക്കൾ എന്നെ വിളിച്ചില്ല എന്ന് പരാതി പറഞ്ഞു. അതൊന്നുമല്ല. സ്വാഭാവികമായിട്ട് ഇത്ര കാലം ഞാൻ അനുഭവിച്ച വിഷമങ്ങളും വേദനകളും ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് മാത്രമേ ഉള്ളൂ. ഇനി വിളിക്കുകയാണെങ്കിൽ എന്ന ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. അത് നിങ്ങൾക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരെ കണ്ട സ്ഥലം, കണ്ട സമയങ്ങൾ, സാഹചര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു സംശയത്തിനും അല്ല, എനിക്ക് മനസ്സുകൊണ്ട് വല്ലാതെ വിഷമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ അംഗത്വം എന്നെ സംബന്ധിച്ചൊരു ഞാൻ എന്തിന് പുറത്തു പോയെന്ന് എനിക്കിപ്പോഴും വ്യക്തമായിട്ടില്ല. എനിക്ക് മാത്രമല്ല, പലർക്കും എന്തുകൊണ്ട് സുരേഷെ പുറത്താക്കി എന്നുള്ളത് വ്യക്തതയില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞാൻ ഇവിടുത്തെ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു, LC-യിലുണ്ടായിരുന്നു, LC സെൻട്രൽ അംഗമായിരുന്നു. അതുപോലെ ഒരുപാട് 5ാം ക്ലാസ് മുതൽ SFI പ്രവർത്തകനായിരുന്നു. അത്തരത്തിലൊരാൾ പുറത്തു പോയി ഇത്രയും വർഷമായി തിരുത്തൽ വരുത്തിയിട്ടില്ല എന്നാണ് അവർ പറയുന്നതെങ്കിൽ ഞാൻ ഇനി എന്താണ് തിരുത്തേണ്ടത്? ഇപ്പോഴും സുരേഷ് ഏട്ടനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവരൊക്കെ ഒരു കാലത്ത് പാർട്ടിക്കാരനായതുകൊണ്ട് ആണല്ലേ സ്നേഹം. അത് മാറിക്കഴിഞ്ഞാൽ ആ സ്നേഹം ഉണ്ടാകും? അങ്ങനെ അത് പറയാൻ പറ്റില്ല. അതെനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ആളുകൾ എന്ന് വെച്ചാൽ നമ്മൾ പല സ്ഥലത്തും പല ആളുകളായിട്ട് നല്ല ബന്ധം ഇപ്പോഴും നിലനിർത്തി പോകുന്ന ആളാണ്. പാർട്ടിക്കകത്തുള്ള ആളുകളും പുറത്തുള്ള ആളുകളും. അവർ ഇനിയിപ്പോൾ നാളെ ഞാനൊരു തീരുമാനം എടുക്കുമ്പോൾ അത് നെഗറ്റീവ് ആണെങ്കിൽ അവരെങ്ങനെ പ്രതികരിക്കുന്നത് എനിക്കറിയില്ല. പാലക്കാട് CPM വിട്ട് ചില ആളുകൾ പുറത്തുണ്ട്. അവരെല്ലാം വിമതരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനുള്ള നീക്കമാണ്. എനിക്ക് ഒരു ബന്ധമില്ല കാര്യത്തിൽ. അല്ല, അതല്ല പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് എത്തിക്കുന്നത് പാർട്ടിയിലെ ചില ആളുകളുടെ ഈ തെറ്റായ നീക്കങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ തെറ്റായ പ്രവണതകളാണ് എന്നൊരു ചിന്തയുണ്ട്. അല്ല, പാർട്ടിയിൽ വരുന്ന കുറേ ആളുകൾ, ഇപ്പം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ 2016 ശേഷം വന്ന പാർട്ടി അംഗങ്ങളുടെ ശതമാനവും എണ്ണവും നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. അതെന്തുകൊണ്ടാണ് അവർ വരുന്നത്? അജണ്ടകൾ നിശ്ചയിച്ചുകൊണ്ടാണ് ഈ പാർട്ടിക്കകത്ത് ആളുകൾ വരുന്നത്. അത് പാർട്ടിക്കകത്ത് പുടുക്കുത്തുകൾ കടന്നുകൂടാൻ കാരണം അജണ്ടകൾ നിശ്ചയിച്ച് വരുന്ന ആളുകൾക്ക് ചില അജണ്ട ഉണ്ടാവും. 10 കൊല്ലത്തിനിടയ്ക്ക് പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം. ആ ആളുകൾ കടന്നുകൂടി ബൂർഷ സ്വഭാവമുള്ള പാർട്ടിയിലേക്ക് പോലും പാടില്ലാത്ത ആൾക്കാർ ഈ പാർട്ടിയിൽ കടന്നുകൂടിയുണ്ട്. അവരുടെ ചില അജണ്ടകളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും.